എല്ലാവർക്കും മൺഡേ കമൻറ്റ് ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കമൻറ്റ് അവിനാഷ് വി എന്ന ആളുടെയാണ്. എൻ്റെ ഹോം തിയേറ്ററിൻ്റെ പുറത്ത് ഡോണ്ട് ഓപ്പൺ ഇലക്ട്രിക് ഷോക്ക് ഇൻസൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ ഡോണ്ട് ഓപ്പൺ ഇലക്ട്രിക് ഷോക്ക് ഇൻസൈഡ് എന്ന് എഴുതിയതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തുറക്കരുത്, അതിൻ്റെ അകത്ത് ഇലക്ട്രിക് പവറുണ്ട്, അതായത് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പരിക്ക് പറ്റും, ചിലപ്പോൾ മരിക്കും, ചിലപ്പോൾ രക്ഷപ്പെടും. അങ്ങനെ ആ ഒരു സേഫ്റ്റി വാർണിംഗ് ആണ് ആ ഓപ്പൺ ചെയ്യാൻ സമയത്ത് അങ്ങനെ അവിടെ എഴുതി കാണിക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, നമ്മളൊരു ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം പറയാം സേഫ്റ്റിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഹോട്ട് ഏരിയ ആണ്, അവിടെ റിസ്ക് ആണ്, അവിടെ ഹൈ പവർ ഉണ്ടാവും, ഹൈ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ അത് പറയുന്ന ആ ഒരു വാർണിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് ഓപ്പൺ എന്ന് ഉദ്ദേശിച്ചത് അതിനെപ്പറ്റി യാതൊരു അറിവില്ലാത്തവർ ഒരിക്കലും അതിൻ്റെ സ്ക്രൂ പോലും തൊടാൻ നിൽക്കരുത് എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഏകദേശം ഐഡിയ ഉള്ളവർക്ക് എവിടെ ഫേസ് ഉണ്ടാവും, എവിടെ ന്യൂട്രൽ ഉണ്ടാവും, എവിടെ DC ഉണ്ടാവും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് തുറക്കാം. അതൊരു സേഫ്റ്റി വാർണിംഗ് ആണ്. TV പോലുള്ള പഴയ CRT TV പോലുള്ളതൊക്കെ അയക്കുമ്പോൾ ക്യാപ്പിൻ്റെ മുകളിൽ നിന്ന് പോലും സ്പാർക്ക് ചെയ്തിട്ട് 10 സെൻറ്റിമീറ്റർ ദൂരത്തിൽ വരെ നമുക്ക് അടിക്കും. അടി എന്ന് പറഞ്ഞാൽ അടിപൊളി അടിക്കും. അപ്പോൾ അങ്ങനത്തെ അടി കിട്ടി കഴിഞ്ഞാൽ അറിയാം എന്താണ് ഈ പറഞ്ഞ വാർണിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊരു വാർണിംഗ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ട് അത് പുതിയ ആളുകൾ, അതായത് അതിനെപ്പറ്റി അത്ര ഐഡിയ ഇല്ലാത്തവർ ഊരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അടുത്ത കമൻറ്റ് അജിത് കൃഷ്ണ എന്ന ആളുടെയാണ്. 27027 8 ആംപിയർ ട്രാൻസ്ഫോമറിൽ 10,000 mF അതായത് മൈക്രോഫാരഡ് ആണോ കപ്പാസിറ്റർ വേണ്ടത്? അപ്പോൾ കപ്പാസിറ്റർ, ആംപ്ലിഫയർ, പവർ സപ്ലൈ, കപ്പാസിറ്റർ എത്ര വേണ്ടി വരും? ഒരു ആംപ്ലിഫയറിന് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ പണ്ട് ചെയ്തതാണ് ആ കാണുന്നത്, ആ തംബ്നെയിലിൽ ആ കമൻസിൽ കാണുന്നത്. ആ വീഡിയോ തന്നെ നിങ്ങൾ പോയി നോക്കുക. അതിനകത്തൊരു ആംപ്ലിഫയറിൻ്റെ കാൽക്കുലേഷൻ വീഡിയോ ഉണ്ട്. ആംപ്ലിഫയറിലേക്ക് ഒരു കപ്പാസിറ്റർ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാൽക്കുലേഷൻ വീഡിയോ ഉണ്ട്. അതിൻ്റെ ഒരു ഇക്വേഷനും ഫോർമുലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാൽക്കുലേഷൻ വീഡിയോ ഉണ്ട്. അത് തന്നെ പിന്നീട് മറ്റൊരു വീഡിയോയിൽ നമ്മളതിൻ്റെ ഓൺലൈൻ ഓട്ടോ കാൽക്കുലേറ്റർ, അതായത് ഗൂഗിളിൽ ഓൺലൈൻ കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ ആ കാൽക്കുലേറ്ററും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വാട്ട്സ് അനുസരിച്ചിട്ടും നമ്മുടെ ലോഡ് അനുസരിച്ചിട്ടും പവർ സപ്ലൈ, ആംബിയർ എല്ലാം അനുസരിച്ചിട്ടും നമുക്ക് കപ്പാസിറ്റൻസ് എത്ര വേണമെന്ന്. ഒരു പഴയ സിസ്റ്റത്തിൽ, അതായത് ഇതൊക്കെ കംപ്ലീറ്റ് പണിയായി പോയതാണ്, കംപ്ലൈൻ്റ് ആയതാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു കപ്പാസിറ്ററാണ് ഈ കാണുന്ന 2 കപ്പാസിറ്റേഴ്സ്. നിങ്ങൾ കാണുന്നുണ്ടോ? 2 കപ്പാസിറ്റേഴ്സ് ഫുള്ള് പൊടിയും മറമ്പലുമാണ്. അതുകൊണ്ട് അധികം ഞങ്ങൾക്ക് തൊടുന്നില്ല. ഇത് 27 വോൾട്ട് ടാപ്പിംഗ് ഉള്ള ആ ട്രാൻസ്ഫോമറിൽ നിന്ന് വന്നിരുന്ന റെക്ടിഫയറിന് വന്നിരുന്ന കപ്പാസിറ്ററാണ്. ഇത് 50 വോൾട്ടോളം ആ ട്രാൻസ്ഫോമറിൽ നിന്ന് DC ആയി വരുമ്പോൾ 50-ലേറെ, അതായത് 55 വോൾട്ട് ഉണ്ട് ആ ഒരു വോൾട്ടേജിന് വന്ന കപ്പാസിറ്റേഴ്സാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത് 3300 മൈക്രോഫാരഡ് 100 വോൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയറിൽ നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നതോ 10,000 മൈക്രോഫാരഡ് 63 വോൾട്ട്. എന്തുകൊണ്ടാണ് അതിൻ്റെ ഉദ്ദേശം? നമ്മളിത് 63 വോൾട്ട് ഇതൊക്കെ കൊടുക്കുന്ന അധികവും ഈ 27 മേലുള്ള എല്ലാ DC ആക്കുന്ന റെക്ടിഫിക്കേഷനിലും നമ്മൾ ഈ വാല്യൂ കപ്പാസിറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അതിപ്പോൾ പിന്നെ ആ ഒരു വീഡിയോ പറയുമ്പോൾ അതൊരു 10 മിനിറ്റ് വീഡിയോ ആവും, കാൽക്കുലേഷൻ ആവും, എല്ലാം കുഴപ്പമാവും. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് തന്നെയാണ് ആ വീഡിയോയിൽ കാണിക്കുന്ന ആ പേര് ടൈറ്റിൽ തന്നെ അടിച്ച് നോക്കുക, വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അടുത്ത ഡിജിറ്റൽ സൗണ്ട് ട്രാക്ക് എന്ന ചാനലിൻ്റെയാണ്. ബ്രോ എറണാകുളത്ത്, അതായത് നമ്മൾ സബ് വൂഫർ പേപ്പർ മാറ്റിയാൽ അത് പഴയ കണ്ടീഷൻ കിട്ടുമെന്നുള്ള ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ വന്ന കമൻറ്റാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു ഉത്തരമാണ്. അതിൽ നമ്മൾ എല്ലാവരോടും അതിനെപ്പറ്റി എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിവില്ല, അത് കൃത്യമായി ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ, ഷോപ്പ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തുള്ളവർ. അപ്പോൾ അതിലൊന്നാണ് ഈ ഡിജിറ്റൽ സൗണ്ട് ട്രാക്ക് കമൻറ്റ് ചെയ്ത്. ബ്രോ എറണാകുളത്ത് ചെയ്ത് കിട്ടും, ഗുഡ് വർക്കിംഗ്, പക്ഷേ ടൈം അവർ പറയുന്നത് പോലെയാണ്. എനിക്ക് പറഞ്ഞ ടൈം കിട്ടിയില്ല, ചെന്നപ്പോൾ ചെയ്തു തന്നു. അവിടെ അലസേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ്. കൂടുതലായി വരുന്ന സാധനമാണ് എടുക്കാറുള്ളത്. അതായത് കൂടുതൽ ആവശ്യം വരുന്ന പേപ്പർ മാത്രമേ അവിടെ സ്റ്റോക്ക് ചെയ്യുള്ളൂ. പിന്നെ അവർ ആ വർക്കും എടുക്കുള്ളൂ. അല്ലാതെ വളരെ റെയറായി വരുന്ന വൂഫേഴ്സിൻ്റെ പേപ്പർ അവിടെ ഉണ്ടാവില്ല, ഒരു പീസായിട്ട് കിട്ടാനും ചാൻസ് ഇല്ല. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സബ് തന്നെയാണ് റീവർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് എറണാകുളത്തുള്ളവർക്ക് എന്താ ഈ സ്ഥലം പറഞ്ഞില്ല, എറണാകുളത്ത് ചെയ്ത് കിട്ടുന്നവർക്ക് ആ ഡിജിറ്റൽ സൗണ്ട് ട്രാക്ക് എന്നുള്ള ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതായത് അവർ പോയിട്ട് കണ്ട് ആ ഒരു കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടേണ്ടതാണ്. പിന്നെ മറ്റൊരു സ്ഥലം കൂടി പറഞ്ഞിട്ടുണ്ട്. സനിൽ രാജ് എന്നാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതേ വീഡിയോയിൽ താഴെ. JBL 12 ഇഞ്ച് 1300 പേപ്പർ ട്രിവാൻഡ്രം തകരപ്പറമ്പിൽ നിന്നും മാറി 95% പഴയ പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. സൂപ്പറായില്ലേ? അപ്പോൾ JBL ആയാലും അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻഫിനിറ്റി, സോണി, അങ്ങനത്തെ എക്സ്പ്ലോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് ആളുകളുടെ കയ്യിലുള്ള സാധനമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇന്നലെയും കൂടെ ഒരാൾ വിളിച്ചിട്ട് പേപ്പർ എലി കരണ്ട് എന്ന് പറഞ്ഞിട്ട് JBL 1300 മറ്റേ എലി കരണ്ട് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് നമ്മളെ കോഴിക്കോട് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. നമ്മളപ്പോൾ ഇനി ചെയ്ത് തന്ന ആ ഒരു പെർഫോമൻസ് ഇല്ല. അപ്പോൾ എന്താ, വെറുതെ പൈസ നഷ്ടമല്ലേ? അപ്പോൾ കൃത്യമായി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉള്ളവർക്ക് കൊണ്ടു കൊടുക്കുക. എന്നാൽ പിന്നെ അത് നിങ്ങൾക്ക് മുതലാവുമോ നോക്കുക. ഇവിടുന്ന് എറണാകുളം പോയിട്ട് തിരുവനന്തപുരം പോയിട്ടൊക്കെ
പേപ്പർ ചെയ്ത് കൊണ്ടുവരുന്നത് മുതലാവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഏരിയയിലുള്ളതാണ് ആ ലൊക്കേഷൻ ഇപ്പോൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമായിട്ട് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്താൽ അറിയിച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത കമൻറ്റ് വില്യം പ്രിൻസ് NJ എന്ന ആളുടെ കമൻറ്റാണ്. SD ഓഡിയോ ടെക്കിൻ്റെ ബോർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന 5.1 ആംപ്ലിഫയർ മേക്കിംഗ് വീഡിയോ ഇടുമോ? SD ഓഡിയോ ടെക് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ടീമിൻ്റെ ബോർഡ് നമ്മൾ പണ്ട് റിവ്യൂ ചെയ്തിരുന്നു. അവരുടെ 5.1 ബോർഡ് വെച്ചിട്ടുള്ള ഒരു ആമ്പ് ഈ കഴിഞ്ഞ ലാസ്റ്റ് 5.2 ആംപ്ലിഫയർ മേക്കിംഗ് വീഡിയോയിൽ ചെയ്ത അതിനകത്ത് 5 ചാനൽ ചെയ്തിട്ടുള്ളത് SD ഓഡിയോ ടെക്കിൻ്റെ ബോർഡാണ്. സൂപ്പർ പെർഫോമൻസ് ആണ്. ഇതുവരെ ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ അവരുടെ സബ് ഓഫർ ബോർഡാണ് ഈ കാണുന്നത്. 300 വാട്ട്സ് വരുന്ന 4 ട്രാൻസിസ്റ്റർ സബ് ഓഫർ ബോർഡാണ്. 50 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സബ് ഓഫർ ബോർഡ്. അതേപോലെ തന്നെ അവരുടെ സബ് ഫിൽറ്റർ ബോർഡ് SD ഓഡിയോ ടെക്കിൻ്റെ ഇതൊക്കെ ഞാൻ പണ്ട് പരിചയപ്പെടുത്തിയാണ്. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് അന്നത്തെ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അന്നത്തെ ആ ആംപ്ലിഫയർ മേക്കിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളത് കണ്ടു നോക്കുക. പിന്നെ നമുക്ക് ഇനി വരാനുള്ളത് ഇത് വെച്ചിട്ടുള്ള ചെയ്യാനുണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇടാം. പിന്നെ വേറെയും പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പർ ആ വീഡിയോയുടെ താഴെ ഉണ്ട്, SD ഓഡിയോ ടെക്കിൻ്റെ വീഡിയോയുടെ താഴെ, അല്ലെങ്കിൽ ആ ചാനലിനെ സെർച്ച് ചെയ്ത് നോക്കുക, അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ വാട്സപ്പ് തരും. അടുത്ത മറ്റേ മുള്ളൻ എന്ന ചാനലിൻ്റെയാണ്. ഞാനൊന്ന് വാങ്ങി, അതായത് നമ്മളെ ലൈറ്റ് ബാർ ഉണ്ടല്ലോ, അതായത് നമ്മളെ ലൈറ്റ് ബാറിൻ്റെ വീഡിയോയിൽ വന്ന കമൻറ്റാണ്. ഞാനൊന്ന് വാങ്ങി മുൻപ്, പക്ഷേ പാട്ടിനനുസരിച്ച് കത്തുന്നില്ല, ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുന്നു, എന്താ പ്രശ്നം? അപ്പം ഈ ലൈറ്റ് ബാറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ അത് നമ്മൾ ഇത് ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ആ മൈക്ക് വഴി പിക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ സിഗ്നൽ നേരിട്ട് കയറുന്ന രൂപത്തിൽ ഇത് മാറ്റം വരുത്തിയിട്ട് പ്ലേ ആക്കി. അപ്പോൾ വളരെ സക്സസ് ആണ്. അപ്പോൾ അത് വെച്ച് ചെയ്ത ഒരു ആമ്പ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, എങ്ങനെയാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോൾ ഭയങ്കരമായ ഇൻ്റലിജൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിനകത്ത് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു VO മീറ്ററിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ കണക്ഷൻ കണ്ടെത്താൻ പറ്റും. തീർച്ചയായും റെഡിമെയ്ഡ് നമ്മൾ കാറുകളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ സ്റ്റാൻഡോട് കൂടി വരുന്ന ഒരു ടൈപ്പ് LED ലൈറ്റ് ബാറാണ്. പിക്കപ്പ് ലാമ്പ് എന്നാണ് ഇതിന് സെർച്ചിലൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ സംഭവം ഇതിൽ മൈക്കാണ് പിക്കപ്പ്. അപ്പോൾ ആ മൈക്ക് പിക്കപ്പ് നമുക്ക് എന്താ ചിലപ്പോൾ കാറിലോ വീട്ടിലോ മ്യൂസിക് വെച്ചെന്നിരിക്കുക, അതിനനുസരിച്ച് പ്ലേ ആയിക്കൊണ്ടിരിക്കുമോ, ഞാനോ ഇപ്പോൾ എൻ്റെ വീട്ടിലെ വെച്ചെങ്കിൽ ഞാൻ ഈ സംസാരിക്കുമ്പോൾ അതും പ്ലേ ആവും. പുറത്തൊരു കിളി അറിയുക അല്ലെങ്കിൽ കാക്ക അറിയുമ്പോൾ അതിനും പ്ലേ ആവും. മറ്റെന്തെങ്കിലും ഒരു വണ്ടി ഹോൺ അടിച്ചാൽ അപ്പം പ്ലേ ആവും. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഒരു സൈലൻ്റായി നിൽക്കുമ്പോൾ ശരിക്കും അനങ്ങാതിരിക്കണം LED. അപ്പം മറ്റെന്തെങ്കിലും അറ്റ്മോസ്ഫിയറിലുള്ള ഏതെങ്കിലും തരം ഒരു സൗണ്ട് വെച്ചിട്ട് അത് വർക്ക് ചെയ്യും ചെറുതായിട്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ് ഈ ലൈറ്റ് ബാറിൽ വരുന്നത്, ആ മൈക്ക് പിക്കപ്പിൽ. അങ്ങനെ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇത് ഈ തോന്നിയ പോലെ കത്തുന്നത്. അവിടെ മറ്റേ അന്തരീക്ഷത്തിലെ നോയ്സ് അത് പിക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാവും. നോയ്സ് കുറയ്ക്കാൻ എന്തെങ്കിലും വഴി, അതായത് കയറുന്നത് കുറച്ച് കൊടുക്കാൻ എന്തെങ്കിലും വഴി നോക്കുക, എന്തെങ്കിലും ടാപ്പൊക്കെ ചിറ്റി അടച്ചിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തവൻ്റെ വർഗീസ് CX എന്ന ആളുടെയാണ്. ബുക്ക് ഷെൽഫ് ബോക്സിൻ്റെ ഓഫർ താഴെ ഭാഗത്ത് ഫിറ്റ് ചെയ്താൽ ക്ലാരിറ്റി കുറയുമോ? ഗ്രൗണ്ട് ഫയർ, ബോട്ടം ഫയർ അങ്ങനെയൊക്കെയുള്ള സബ് ഓഫേഴ്സ് നമുക്ക് ഈ താഴോട്ട് വെച്ചിട്ട് നമ്മൾ സബ് ഓഫർ വെച്ചിട്ട് സെറ്റ് ചെയ്യും, ഡെയറോൾ ഫ്രണ്ടിലേക്കും. അപ്പോൾ ആ ടൈപ്പിൽ ബുക്ക് ഷെൽഫ് താഴോട്ട് വെച്ചാൽ വർക്കിംഗ് കിട്ടുമെന്നോ ക്ലാരിറ്റി കിട്ടുമെന്നോ ചോദിച്ചത്. ക്ലാരിറ്റി കിട്ടാനാ നമുക്ക് ഡയറക്റ്റ് നമ്മളെ ഇയർ ലെവലിലോ നമ്മളെ നേരെയോ ഈ സ്പീക്കർ കോൺ ഫയർ ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ റിയൽ എക്സ്പീരിയൻസ് മ്യൂസിക് ലെവൽ, ഓഡിയോ ലെവൽ നമുക്ക് കിട്ടുക. അപ്പോൾ സബ് നമുക്ക് ഗ്രൗണ്ട് ഫയർ ആയാലും ഇനി ഫ്രണ്ട് ഫയർ ആയാലും എങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ബുക്ക് ഷെൽഫ് എൻ്റെ അഭിപ്രായത്തിൽ ക്ലാരിറ്റി കുറയും. ബേസ് എന്നല്ലല്ലോ ബുക്ക് ഷെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഡീറ്റെയിൽസ്, ഓഡിയോ ഡീറ്റെയിൽസ്, അതായത് ഒരു അത്യാവശ്യം ഒരു 50 to 80 to ആ ഒരു റേഞ്ച് മുതൽ ഒരു നല്ല ഹൈ ക്വാളിറ്റി ഹൈ ലെവൽ ഫ്രീക്വൻസി വരെ നമുക്ക് ബുക്ക് ഷെൽഫ് കൂടി വർക്ക് ചെയ്യും. അപ്പോൾ അത് താഴോട്ട് വെച്ചാൽ കിട്ടില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഫ്രണ്ട് ഫയർ ആയിട്ടും ബെസ്റ്റ്. ലാസ്റ്റ് കമൻറ്റ് റാഫി കുളപ്പുറം എന്ന ആളുടെയാണ്. ഓഡിയോ ക്വാളിറ്റി HDMI കേബിൾ വഴിയാണോ ഒപ്റ്റിക്കൽ കേബിൾ വഴിയാണോ വർക്കിംഗ് കൂടുതൽ കിട്ടാറ്? പ്ലീസ് റിപ്ലൈ. രണ്ടിലും വർക്കിംഗ് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ HDMI കൂടെയാണ് ക്ലാരിറ്റി കൂടുക. HDMI ആണോ എന്ന് ചോദിച്ചാൽ HDMI ആണ്, ഒപ്റ്റിക്കൽ അല്ല. ഒപ്റ്റിക്കൽ 2ാം സ്ഥാനത്ത് ഏറ്റവും ക്ലാരിറ്റി വരുന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ ഇത്രയും കമൻറ്റ്സ് ഉള്ളൂ. അപ്പോൾ അടുത്ത മൺഡേ കമൻറ്റ് ബോക്സിൽ നമുക്ക് കൂടുതൽ വെറൈറ്റി കമൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് അടുത്ത തിങ്കളാഴ്ച വായിക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.